خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ തഫ്സീർ പഠന സംരംഭത്തിൽ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 162-63 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. തൊട്ട് മുമ്പത്തെ വചനത്തിൽ പറഞ്ഞത് അവിശ്വാസം സ്വീകരിക്കുകയും ആ നിലയ്ക്ക് അവിശ്വാസിയായിക്കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് റബ്ബിൻ്റെ ശാപമുണ്ട്, മലക്കളുടെയും ശാപമുണ്ട്, എല്ലാ മനുഷ്യരുടെയും ശാപമുണ്ട് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. അതിന് തുടർച്ചയായിക്കൊണ്ട് റബ്ബ് പറയുന്നു, ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻദറൂൻ. ഖാലിദീന ഫീഹാ, ആ അദാബിൽ, ശിക്ഷയിൽ അവർ നിത്യവാസികളായി എന്ന നിലയിലേക്കും ശാശ്വതരായിരിക്കും. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവരുടെ അദാബ്, ശിക്ഷ ലഘൂകരിക്കപ്പെടുക ഇല്ല. വലാ ഹും യുൻദറൂൻ, അവർക്കൊട്ട് എന്തെങ്കിലും നിലയ്ക്ക് അതിൽ അവർക്കൊരു നീട്ടിക്കൊടുക്കൽ അതൊട്ട് ഉണ്ടാവുകയുമില്ല. എല്ലാ അർത്ഥത്തിലും അവർ ശിക്ഷാർഹരാണ്. ആ ശിക്ഷ യാതൊരു കുറവുമില്ലാതെ, യാതൊരു ആശ്വാസവുമില്ലാതെ അവർ എന്നും ആ ശിക്ഷയിൽ ശിക്ഷാർഹരായിക്കൊണ്ട് തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കൂടുതൽ വിശദീകരണമൊന്നും ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. അദ്ദേഹത്തോട് ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട ചോദ്യം കാണാം. അൽ അദാബു അഹ്യാനൻ യുൻസബു ഇലല്ലാഹ്, ചിലപ്പോഴൊക്കെ അള്ളാഹുവിന് ശിക്ഷ എന്ന് പറയും, ചിലപ്പോൾ അതില്ലാതെയും പറയും. എന്താണ്, അങ്ങനെ വ്യത്യാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ഈ ഉന്നയിക്കപ്പെടുകയും അദ്ദേഹം പറഞ്ഞ മറുപടി കാണാം. യുൻസബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ചേർത്തി പറയാറുണ്ട് അദാബിനെ. ലാകിൻ തഖ്ഫീഫുൽ അദാബി ഗൈറു മസ്അലത്തിൽ അദാബ്, അദാബ് ഒരു വിഷയമാണ്, അദാബ് ലഘൂകരിക്കൽ മറ്റൊരു വിഷയമാണ്. ഇവിടെ അല്ലാഹ് പറഞ്ഞെന്താണ്, അദാബ് ലഘൂകരിക്കപ്പെടുകയില്ല. ലാ യുഖഫഫു അൻഹുമുൽ അദാബ് എന്നാണ്, ശിക്ഷ അവർക്ക് ലഘൂകരിക്കപ്പെടുക ഇല്ല. അപ്പൊ ശിക്ഷിക്കുക എന്നത് ഒരു കാര്യം, ആ ശിക്ഷയിൽ ഇളവ് നൽകുക എന്നത് മറ്റൊരു കാര്യമാണ്. അൽ അദാബു അലാ സബീലിൽ ഇത്ലാഖി അദ്ലുൻ, ശിക്ഷ എന്നുള്ളത് അള്ളാഹുവിന്റെ നീതിയാണ്. ഒരാളെ ശിക്ഷിച്ചു എന്നുള്ളത് നീതി നടപ്പാക്കിയതാണ്, അല്ലാതെ അന്യായമല്ല, അക്രമമല്ല. അല്ലാഹു തആല അന്യായം ചെയ്യുക ഇല്ല. ശിക്ഷക്ക് അർഹരായവരാരാണോ അവർക്ക് മാത്രമാണ് ശിക്ഷയുള്ളത്. അതുകൊണ്ട് ശിക്ഷിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ അദാലത്താണ്, നീതിയാണ്. വകദാലിക അദമു തഖ്ഫീഫി അദ്ലുൻ, ആ ശിക്ഷയിൽ ഇളവ് നൽകാതിരിക്കുക അതും നീതിയാണ്. ശിക്ഷയിൽ ഇളവ് ലഭിക്കാതിരിക്കുക എന്നുള്ളതും നീതിയാണ്. അപ്പൊ ആർക്കാണോ ഇളവ് കിട്ടാൻ വകുപ്പില്ലാത്തത് അവർക്ക് ഇളവില്ലാതെ കൊള്ളൂ. ഇളവ് ലഭിക്കാൻ യോഗ്യരായ ആളുകൾക്കോ ആ ഇളവ് ലഭിക്കും. അപ്പൊ അതും നീതിയാണ്. അല്ലാഹു തആല ചെയ്യുന്നതെല്ലാം നീതിയാണ് അർത്ഥം. അപ്പൊ അല്ലാഹു ചിലരെ ശിക്ഷിച്ചു, അവിടെ നീതി കൊണ്ടാണ്. ആ ശിക്ഷയിൽ ചിലർക്ക് ഇളവ് കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ ശിക്ഷ ഇളവ് കൊടുത്തത് രക്ഷപ്പെടുത്തും, അതും നീതിയാണ്. ചിലർക്ക് അല്ലാഹു തആല ഒരു ഇളവും നൽകുക ഇല്ല, ശിക്ഷ എന്നും കഠിനമായി തുടർന്നുകൊണ്ടേയിരിക്കും, അതും അള്ളാഹുവിൻ്റെ
നീതിയാണ്. ഇപ്പൊ കുഫ്ർ സ്വീകരിക്കുകയും ആ കുഫ്റോട് കൂടി മരിക്കുകയും ചെയ്ത ആളുകൾ, അവിശ്വാസിയായിക്കൊണ്ട് മരിച്ച ആളുകൾ, ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവിടെ അദാബ് ലഘൂകരിക്കപ്പെടുക ഇല്ല. എന്തെങ്കിലും ഒരു ദാക്ഷിണ്യം, ഏതെങ്കിലും നിലക്കുള്ള ഒരു നീട്ടിക്കൊടുക്കൽ അതവർക്ക് ഉണ്ടാവുകയുമില്ല. ആ ശക്തമായ അദാബ് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത് റബ്ബിന്റെ നീതിയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞു. വഇലാഹുക്കും ഇലാഹും വാഹിദ്, വഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് ഇലാഹും വാഹിദുൻ ഏകനായ ഇലാഹാകുന്നു. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ യാതൊരു ആരാധ്യനും തന്നെ ഇല്ല. അർ റഹ്മാനുർ റഹീം, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, പരമകാരുണികനാകുന്നു, കരുണാവാരിധിയാകുന്നു. അങ്ങനെയുള്ള ആ അല്ലാഹ് അവനാണ് ഇലാഹ്, അവനാണ് സാക്ഷാൽ ആരാധ്യൻ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുകൊണ്ട് അവനാകുന്നു നിങ്ങളുടെ ഇലാഹ് എന്ന് അല്ലാഹു തആല ശേഷം പറയുന്നു. ഇവിടെ അൽ ഖിതാബു ലി ജമീഇൻ നാസ്, ഇവിടെ ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞല്ലോ, അത് ആരോടാണ്? ലി ജമീഇൻ നാസ്, എല്ലാ മനുഷ്യരോടുമാണ്. എല്ലാ മനുഷ്യന്മാരുമുള്ള അല്ലാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു. ഇലാഹും വാഹിദുൻ, ഏകനായ ആരാധ്യനാണ്. ഐ അന്ന ഇലാഹൽ ഖൽഖി ഇലാഹും വാഹിദുൻ, സൃഷ്ടികളെ മൊത്തം ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. അൽ മഅബൂദു ബിഹഖിൻ, അഥവാ യഥാർത്ഥ ആരാധ്യനത്വം, അർഹതയുള്ള, ഇബാദത്തിന് യോഗ്യതയുള്ള, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഇലാഹ് ഏകനായ ഇലാഹാണ്. وإلا فالأصل أن الإله يطلق على كل ما عبد بحق أو بباطل, ന്യായമായ നിലക്കോ അന്യായമായ നിലക്കോ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും ഇലാഹി എന്ന് പറയാം. ഭാഷയിൽ അവകാശമില്ലാതെ അർഹതയില്ലാതെ ഒരാളെ ആരാധിച്ചു, അയാളും പിന്നെ ഇലാഹി എന്നാണ്. യഥാർത്ഥ ഇലാഹും ഇലാഹ് എന്ന് പറയാം. വ്യാജമായ അർഹതയില്ലാത്ത ആരാധ്യന്മാർക്കും ഇലാഹി എന്ന് പറയാം ഭാഷയിൽ. എന്നാൽ ഇവിടെ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇലാഹല്ല എന്നല്ല, സാക്ഷാൽ ഇലാഹവനൊന്നുമല്ല. അർഹതയുള്ള യഥാർത്ഥ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു. അഥവാ അൽ മുറാദു ഹുന ഇലാഹുക്കുമുൽ ഹഖ്ഖു ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഹഖ്ഖായ ഇലാഹ്, സത്യസന്ധമായ യഥാർത്ഥമായ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു. അമ്മാ മഅബൂദാതുക്കും ഫഇന്നഹാ വഇൻ സമ്മൈതുമുഹാ ആലിഹ ഫഇന്നഹാ ലാ തസ്തഹിഖു അൻ തകൂന ആലിഹ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവയ്ക്ക് നിങ്ങൾ ഇലാഹ് എന്ന് പേരിട്ടാലും ശരി, അവയൊന്നും ഇലാഹാവാൻ യോഗ്യതയുള്ളതല്ല. നിങ്ങൾ പേരിടുന്നു ഇലാഹ് എന്ന്, പക്ഷേ അതൊന്നും ഇലാഹാവാൻ യോഗ്യതയല്ല. കമാ ഹുവ മഅലൂം لأنها لا تملك لهم نفعا ولا ضرا ولا موتا ولا حياة ولا نشورا ولا تسمع ولا تبصر ولا تنفع ولا تدفع. എന്തുകൊണ്ട് അവയൊന്നും ഇലാഹല്ല? കാരണം അവ യാതൊന്നും ഉടമയാക്കുന്നില്ല, ഉപകാരമോ ഉപദ്രവമോ ഉടമയാക്കുന്നില്ല. അവര് ജീവിതമോ മരണമോ അവരുടെ കൈകളിലല്ല. അതേപോലെ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല, ഉപകാരമുണ്ടാകുകയോ ദോഷത്തെ തടുക്കുകയോ ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാത്തതിന് പിന്നെ എങ്ങനെ ഇലാഹാകും? പക്ഷെ ഇതൊന്നും ചെയ്യാത്തതിന് നിങ്ങൾ ഇലാഹ് എന്ന് പേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് മാത്രം അത് ഇലാഹാവുക ഇല്ല, സാക്ഷാൽ ഇലാഹല്ല അവയൊന്നും. അതുകൊണ്ട് ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് സാക്ഷാൽ ഇലാഹ് ഏകനായ ഇലാഹാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ യാതൊരു ആരാധനം തന്നെ ഇല്ല. ഇലാഹും വാഹിദ് എന്ന് പറഞ്ഞാൽ വഹ്ദാനിയത്തുഹു ബിൽ ഉലൂഹിയ്യ തസ്തൽസിമു വഹ്ദാനിയത്തുഹു ബിർറുബൂബിയ്യ. ഇലാഹ് ഏകനാണ് എന്ന് പറഞ്ഞാൽ റബ്ബ് ഏകനാണ് എന്നത് ലാസിമാണ്. റബ്ബ് മാത്രമേ ഇലാഹാവുള്ളൂ, സൃഷ്ടിച്ചവൻ മാത്രമേ ഇലാഹാവുകയുള്ളൂ. അതുകൊണ്ട് ഇലാഹ് ഏകനാണ് എന്ന് പറഞ്ഞാൽ റബ്ബും ഏകനാണ് എന്ന് അതിൻ്റെ ലാസിമായ കാര്യമാകുന്നു. ഫഹുവ ഇലാഹും വാഹിദുൻ വറബ്ബുൻ വാഹിദുൻ സുബ്ഹാനഹു വതആല. അല്ലാഹു തആലയാണ് ഏകനായ ആരാധ്യൻ, അവനാണ് ഏകനായ റബ്ബ്. വൽ മുദബ്ബിർ ലിൽ കൗനി കുല്ലുഹു അൽ മാലികു ലിൽ കൗനി കുല്ലുഹു, ലോകത്തിലെ മൊത്തം മുദബ്ബിർ അവനാകുന്നു, എല്ലാത്തിനെയും മാലിക് അവനാകുന്നു. മുദബ്ബിർ ആലം, ലോകത്തിലെ മുദബ്ബിർ അല്ലാഹയാണ്.
അതേപോലെ മാലിക്കുൽ ആലം, ലോകത്തിലെ മൊത്തം മാലിക് അല്ലാഹു ആകുന്നു, എല്ലാം അവൻ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് പറഞ്ഞത് ഒന്നുകൂടെ അതിനെ ഉറപ്പിക്കുകയാണ്. ഇലാഹുക്കും ഇലാഹും വാഹിദ് പറഞ്ഞു, അതേ അർത്ഥമാണ് ലാ ഇലാഹ ഇല്ലാ ഹുവ. ഒന്ന് തഅക്കീദ് ചെയ്യാനാണ്. അത് ഹാദിഹി ജുംലത്തു തഅക്കീദിൻ ലില്ലതി ഖബ്ലഹാ, മുമ്പുള്ളതിനെ ഒന്നുകൂടെ തഅക്കീദ് ചെയ്ത് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ വചനമുള്ളത്. فإنه لما أثبت أنه إله واحد نفى أن يكون معه إله. ആദ്യം പറഞ്ഞു അല്ലാഹ് ഏകനായ ഇലാഹാണ്, പിന്നെ പറഞ്ഞു അവനല്ലാതെ ഇലാഹില്ല. അപ്പൊ അത് ഉറപ്പിക്കലാണ്. മേലെ പറഞ്ഞ ആശയത്തെ ഒന്നുകൂടെ അല്ലാഹു തആല ഉറപ്പിക്കുന്നു. ലാ ഇലാഹ എന്ന ലാ നാഫിയത്തുൽ ജിൻസി, ജിൻസ് നഫി ചെയ്യുന്നതാണ്. ലാ ഇലാഹ, ആ ലാമിന്റെ ആ ലായുടെ പ്രത്യേകത നാഫിയത്തുൽ ജിൻസി, ജിൻസിനെ നിഷേധിക്കുന്ന ലായാണ്. അഥവാ ഇലാഹി എന്നൊരു വകുപ്പേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാതെയുള്ള ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞത് ആ ലായിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു വകുപ്പേ ഇല്ല, ഇലാഹി എന്ന സംഗതിയേ ഇല്ല, ഇല്ലാഹുവ അവനല്ലാതെ. അതുകൊണ്ടാണ് അവിടെ ലാ ഇലാഹ ഹഖ്ഖുൻ ഇല്ലാഹു, യഥാർത്ഥ ഇലാഹ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവൻ മാത്രമാണ് ഇലാഹായിട്ടുള്ളവൻ, അല്ലാത്ത ഒരാളും ഇലാഹായി തന്നെ ഉണ്ടാവാൻ ന്യായമില്ല. യഖ്തലി അല്ലാ യകൂന ഹുനാലിക ആലിഹ, അല്ലാഹു അല്ലാതെ ഇലാഹുമില്ല എന്ന് ഈ വചനം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അവനാണ് ഇലാഹ്. അതുകൊണ്ട് ഹഖീഖിയായ യഥാർത്ഥ ഇലാഹ് അതിനെ പരിഗണിക്കുമ്പോൾ അല്ലാഹു തആല മാത്രമാണ്. മാത്രവുമല്ല അവൻ അർ-റഹ്മാനുർ റഹീം, അവൻ റഹ്മാനാണ്, അവൻ റഹീമുമാണ്. വഹാദാൻ ഇസ്മാനി മുസ്തഖാനി മിർ റഹ്മത്തി, ഈ രണ്ട് പേരുകളും റഹ്മത്ത് എന്നതിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. റഹ്മത്ത് കാരുണ്യം, അതിൽ നിന്നാണ് റഹ്മാന് റഹീം. ലാകിന്നഹുമാ യഖ്തലിഫാൻ, എന്നാൽ റഹ്മാനും റഹീമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൈന റഹ്മാൻ ബിഇതിബാരി വസ്ഫി വറഹീം ബിഇതിബാരി ഫിഅലി. റഹ്മാൻ എന്നത് അല്ലാഹുവിന്റെ വിശേഷണം പരിഗണിച്ചുകൊണ്ടാണ്, റഹീം എന്നത് അവന്റെ ഫിഅലിനെ പരിഗണിച്ചുകൊണ്ടാണ്. അഥവാ അർ റഹ്മാനു സിഫത്തുൻ ലില്ലാഹി തആല ഔ ഇസ്മുല്ലാഹി തആല ബിഇതിബാരി വസ്ഫിഹി, അല്ലാഹുവിന്റെ വസ്ഫ് സിഫത്ത് വിശേഷത്തെ പരിഗണിച്ചുകൊണ്ടാണ് റഹ്മാൻ എന്ന് പറയുക. അതുകൊണ്ടാണ് ഇവർ റഹ്മത്ത് എന്ന് പറയുമ്പോൾ അൽ ആമ്മ, ഈ റഹ്മാൻ ഉദ്ദേശം അൽ മുറാദ് ബിഹി അർ റഹ്മത്തുൽ ആമ്മത്തുൽ വാസിഅ, വിശാലമായതും എല്ലാവർക്കും ലഭിക്കുന്നതുമാണ് റഹ്മത്തിനെയാണ് റഹ്മാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹ് സിഫത്താണ്. റഹ്മാൻ എന്ന ഇസ്മ അവന്റെ വസ്ഫിനെ പരിഗണിച്ചുകൊണ്ടുള്ള നാമമാണ്. അതുകൊണ്ടാണ് ഫഅലാൻ എന്ന രൂപത്തിൽ റഹ്മാൻ എന്ന് വന്നത്. അതാണ് വലിഹാദ ജാഅത് റഹ്മാൻ അലാ വസ്നി ഫഅലാൻ, ഫഅലാൻ എന്ന വസ്നിലാണ് റഹ്മാൻ എന്നുള്ളത്. വകലിമത്തു ഫഅലാൻ തദുല്ലു അലൽ ഇംതിലാഇ വസ്സഅ, ഫഅലാൻ എന്ന വസ്ന്, ആ കലിമത്ത് ധാരാളം ഉണ്ടാവുക, വിശാലമാവുക, നിറയുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഫഅലാൻ എന്ന വസ്ന് ഉപയോഗിക്കുക. അപ്പൊ റഹ്മത്ത് എന്ന പദത്തിൽ നിന്ന് ഫഅലാൻ വസ്ന് റഹ്മാൻ, ധാരാളമായി റഹ്മത്ത് ചൊരിയുന്നവൻ, ഭേദമന്യേ മുസ്ലിമെന്നോ കാഫിറെന്നോ അല്ലാത്തെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധാരണ മലയാളത്തിലേക്ക് നമ്മൾ പരമകാരുണികൻ എന്ന അർത്ഥം കൊടുക്കുന്നത്. പരമമായി കരുണ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവൻ എന്നൊക്കെ സാധാരണ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുണ്ട്. അത് റഹ്മാൻ എന്ന ആ പദത്തിൽ നിന്നാണ്. അമ്മ റഹീം ഫഹിയ ബിഇതിബാരി ഫിഅലി, റഹീം എന്നതാവട്ടെ അല്ലാഹുവിന്റെ ഫിഅലാണ്, അവൻ കരുണ ചൊരിയുക എന്ന ഫിഅലിനെ പരിഗണിച്ചുകൊണ്ടാണ് റഹീം എന്ന ആ ഒരു വസ്നി. അല്ലദീ ഹുവ ഈസാലു റഹ്മത്തി ഇദൽ മർഹൂം, അത് ആർക്കാണോ റഹ്മത്ത് ചെയ്യുന്നത് അവനിലേക്ക് ആ റഹ്മത്ത് എത്തിച്ചു കൊടുക്കുക, അതാണ് ഫഈൽ റഹീം എന്ന വസ്നി. റഹ്മാന് എല്ലാവർക്കും കരുണ നൽകുന്നവൻ അല്ലാഹുവിന്റെ വസ്ഫാണ്. റഹീം ആ റഹ്മത്ത് ആർക്കൊക്കെ അല്ലാഹു പ്രത്യേകമായി കൊടുക്കുന്നുവോ ആ കൊടുക്കലിനെ പരിഗണിച്ചുകൊണ്ടാണ് റഹീം എന്ന് പറയുന്നത്. വഅൻഹാ വാസില ഇലാ മൻ ശാഅ മിൻ ഖൽഖിഹി, ഈ രണ്ട് പ്രയോഗം അല്ലാഹു തആല റഹ്മാനുമാണ് റഹീമുമാണ്, ഇത് രണ്ടും ഒന്നിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് തബയ്യന ലനാ അന്ന റഹ്മത്തുല്ലാഹി തആല റഹ്മത്തുൻ വാസിഅത്തുൻ അളീമ വഅൻഹാ വാസിലത്തുൻ ഇലാ മൻ ശാഅ മിൻ ഖൽഖിഹി.
അള്ളാഹ്ക്ക് വിശാലമായ റഹ്മത്തുണ്ട് എന്നും അള്ളാഹ് ഉദ്ദേശിച്ചവർക്കൊക്കെ ആ റഹ്മത്ത് നൽകുന്നുവെന്നും ഇതിൽ നിന്ന് മനസ്സിലായി. ഇത് രണ്ടും രണ്ട് പേരാണ്, റഹ്മാൻ വേറെ റഹീം വേറെ. രണ്ടും ഉണ്ടാകുന്നത് റഹ്മത്തിൽ നിന്നാണെങ്കിലും ശരി, രണ്ടും രണ്ട് പേരുകൾ തന്നെയാകുന്നു എന്നാണ്. അതുകൊണ്ട് ആ അള്ളാഹ് റഹ്മാനാണ്, റഹീമാണ്. അതിനാൽ അവൻ മാത്രമാണ് നിങ്ങൾക്ക് ഇലാഹായിട്ടുള്ളവൻ. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുകയാണ്. അല്ലാഹുവിന്റെ തൗഹീദ്, ഏകത്വം, അതുകൂടി റബ്ബ് പ്രത്യേകമായി എടുത്തു പഠിപ്പിക്കുകയും ചെയ്തു. വല്ലാഹു അഅലം. അല്ലാഹു തആല കേട്ടതിലുപരി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.